അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 23 തിങ്കളാഴ്ച. പാലക്കാട് നല്ലേപ്പുള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ VHP പ്രവർത്തകർ റിമാൻഡിൽ. വിശ്വ ഹിന്ദു പരിഷത്ത് പാലക്കാട് ജില്ലാ സെക്രട്ടറി K. അനിൽകുമാർ, ജില്ലാ സംയോജക് V. സുശാസനൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. വേലായുധൻ എന്നിവരെയാണ് ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരീക്ഷ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂൾ മുറ്റത്ത് സാന്താക്ലോസിന്റെ തൊപ്പിയണിഞ്ഞ അധ്യാപകരും കുട്ടികളും ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് മൂവർ സംഘം കടന്നുവന്ന ഭീഷണി മുഴക്കിയത്. പ്രധാന അധ്യാപികയുടെ പരാതിയിൽ ചിറ്റൂർ പോലീസ് 3 പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മതസ്പർദ്ധ വളർത്താനുള്ള ഉദ്ദേശത്തോടെ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി കുട്ടികളെ ഭീതിയിലാക്കി അധ്യാപകരെ ഭീഷണിപ്പെടുത്തി എന്നാണ് കേസ്. പാലക്കാട് നല്ലേപ്പുള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചതിന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഭീഷണി ഉയർത്തിയതിനെതിരെ പ്രതിഷേധം ശക്തം. VHP ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ അറസ്റ്റിലായ സംഭവത്തിൽ യുവജന സംഘടനകളായ DYFIയും യൂത്ത് കോൺഗ്രസും അടക്കം ഇന്ന് ശക്തമായ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘപരിവാർ ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ മതേതര സമൂഹം തയ്യാറാകുമെന്നും പ്രഖ്യാപിച്ച് ഇരുകൂട്ടരും സ്കൂളിന് മുന്നിൽ ഐക്യദാർഢ്യ കരോൾ സംഘടിപ്പിക്കുമെന്ന് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ദില്ലി CBCI ആസ്ഥാനത്ത് നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പരിപാടികൾക്ക് നേതൃത്വം നൽകും. ചടങ്ങിൽ പ്രധാനമന്ത്രി ക്രിസ്മസ് പുതുവത്സര സന്ദേശം കൈമാറും. CBCI ആസ്ഥാനത്തിന് സമീപമുള്ള സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലും മോദി സന്ദർശനം നടത്തിയേക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. ഔദ്യോഗിക സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിലെ ഉയർന്ന സിവിലിയൻ ബഹുമതി, കുവൈറ്റിലെ വിശിഷ്ട മെഡലായ മുബാറക് അൽ കബീർ മെഡൽ കുവൈറ്റ് അമീർ സമ്മാനിച്ചു. മോദിക്ക് മറ്റൊരു രാജ്യം സമ്മാനിക്കുന്ന 20ാമത് അന്താരാഷ്ട്ര അവാർഡാണ് ഇത്. ബയാൻ പാലസിൽ നടന്ന ചടങ്ങിൽ നരേന്ദ്രമോദിക്ക് ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. ചടങ്ങിൽ കുവൈറ്റ് അമീറും പങ്കെടുത്തു. ഔദ്യോഗിക ചടങ്ങുകൾക്കു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കി ദില്ലിക്ക് മടങ്ങി. കുവൈറ്റ് പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് നരേന്ദ്രമോദിയെ യാത്രയാക്കിയത്. നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ വിപുലീകരിക്കാനും ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും നേതാക്കൾ ധാരണയിലെത്തിയിരുന്നു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ കേരളത്തിൽ ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കുന്നതിൽ അനുമതി നൽകാമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. കോവളത്ത് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഖട്ടറിന്റെ ഉറപ്പ്. നിലയം സ്ഥാപിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം കാസർഗോഡ് ചീമേനിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി K. കൃഷ്ണൻകുട്ടി എന്നിവരെ അദ്ദേഹം അറിയിച്ചു. കേരളത്തിന്റെ തീരങ്ങളിൽ തോറിയം അടങ്ങുന്ന മോണോസൈറ്റ് നിക്ഷേപം ധാരാളമുണ്ടെന്നും തോറിയം അടിസ്ഥാനമാക്കിയുള്ള ചെറു റിയാക്ടർ സ്ഥാപിച്ചാൽ ഉചിതമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. എല്ലാ KAS ഉദ്യോഗസ്ഥരും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുത്താനുള്ളവർ തിരുത്തണമെന്നും പഴയ ശീലങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്ന പദവിയാകരുത് KAS എന്നും അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത ബാച്ച് KAS ഉദ്യോഗസ്ഥരുടെ നിയമനം ഉടനുണ്ടാകുമെന്നും പറഞ്ഞു. നിലവിലെ സർക്കാർ സമ്പ്രദായങ്ങൾ KASുകാർ അതേപടി പിന്തുടരരുതെന്നും ചുവപ്പുനാട പഴയതുപോലെ ഇല്ലെങ്കിലും ചില വകുപ്പുകളിൽ ഇപ്പോഴുമുണ്ടെന്നും അത് മാറ്റിയെടുക്കണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സാമുദായിക നേതാക്കൾക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് എന്താണ് അയോഗ്യതയെന്നും ചെന്നിത്തല ഇന്നലെ വന്ന നേതാവല്ലെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തർക്കമില്ലെന്നും വ്യക്തമാക്കിയ K. സുധാകരൻ അധികാര വടംവലിയുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്നും കൂട്ടിച്ചേർത്തു.
എന്നാൽ വി.ഡി. സതീശൻ അധികാരമോഹിയാണ് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തിപരമായി തന്റെ അഭിപ്രായമെന്നും കെ സുധാകരൻ പറഞ്ഞു. വയനാട് പുനരധിവാസത്തിനായി വീടുകൾ വാഗ്ദാനം ചെയ്ത 38 സംഘടനകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുമെന്നും സ്ഥലമേറ്റെടുപ്പ് നടപടി വേഗത്തിലാക്കുമെന്നും ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ച കരട് പദ്ധതി മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു. അടുത്ത ക്യാബിനറ്റിൽ വിശദമായി പരിഗണിക്കാനും വയനാട് പുനരധിവാസം വേഗത്തിലാക്കാനും ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കിഫ്ബി തയ്യാറാക്കിയ 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ പ്ലാനാണ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശിച്ച് PV അൻവർ MLA. അജിത് കുമാറിനെ കസേര മാറ്റിയിരുത്തി എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് PV അൻവർ പറഞ്ഞു. പരസ്യമായി അജിത് കുമാറിനെ പിന്തുണയ്ക്കുക വഴി മുഖ്യമന്ത്രി അന്വേഷണം വഴിതെറ്റിച്ചു എന്നും PV അൻവർ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും രൂക്ഷമായി വിമർശിച്ചും പാർട്ടി സെക്രട്ടറിയെ പരിഹസിച്ചും CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളന പ്രതിനിധികൾ. ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മിക ഭൌതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നും സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നത് അപ്പോഴാണെന്നുമാണ് വനിതാ പ്രതിനിധിയുടെ പരിഹാസവാക്കുകൾ. പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറുവഴിക്കുമാണെന്ന് പറഞ്ഞ വനിതാ പ്രതിനിധി പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾക്ക് നീതിയില്ലെന്നും കുറ്റപ്പെടുത്തി. കരുത്തനായ മന്ത്രിയുണ്ടായിട്ടും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭരണമാണെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിനെതിരായ വിമർശനം. മുനമ്പം സമരത്തിന്റെ ആദ്യ ദിവസം മുതൽ പിന്തുണയുമായി ഒപ്പമുണ്ടെന്നും പരിഹാരം കാണുന്നതുവരെ കൂടെ ഉണ്ടാകുമെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം ഉറപ്പു നൽകിയതാണെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പുതിയ നിയമം വരുമെന്നും ഇവിടെ മാത്രമല്ല വഖഫ് ഭൂമി കൈയടക്കി വച്ചിരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നീതി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എംപിക്കെതിരായ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾക്കെതിരെ KC വേണുഗോപാലും VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും രംഗത്തെത്തി. സംഘപരിവാർ പോലും ഉപയോഗിക്കാത്ത ഭാഷയാണ് വിജയരാഘവന്റേതെന്നും വിജയരാഘവൻ വർഗീയ രാഘവനായി മാറിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വിജയരാഘവൻ പച്ചയ്ക്ക് വർഗീയത പറയുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി ജയിച്ചത് തീവ്രവാദികളുടെ വോട്ടുകൊണ്ടാണെന്ന് പറയാൻ വിജയരാഘവനെ കഴിയൂവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാർ അജണ്ട CPM കേരളത്തിൽ നടപ്പിലാക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. അതേസമയം താൻ വിമർശനത്തിന് അധീനനല്ലെന്നായിരുന്നു SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങളോടുള്ള സതീശന്റെ പ്രതികരണം. സമുദായ നേതാക്കൾക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വയനാട്ടിലെ ചരിത്ര വിജയത്തിൽ വർഗീയത കണ്ടെത്തിയ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെ RSSന്റെ സമുന്നത സഭയായ അഖിൽ ഭാരതീയ പ്രതിനിധി സഭയിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് UDF കൺവീനർ MM ഹസൻ. RSSനേക്കാൾ വർഗീയ വിഷം ചീറ്റുന്ന സംഘടനയായി CPMഉം അതിന്റെ നേതാക്കളും മാറിയിരിക്കുകയാണെന്നും വിജയരാഘവനിലൂടെ പുറത്തുവന്നതും വർഗീയ വിഷം തന്നെയാണെന്നും ഹസൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ ഇസ്ലാമിക തീവ്രവാദികളെ കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നുവെന്ന് ആവർത്തിച്ച് A. വിജയരാഘവൻ. അധികാരം കിട്ടാൻ ഏത് വർഗീയതയുമായും കോൺഗ്രസ് സന്ധി ചെയ്യുമെന്നും പാലക്കാട് UDF വിജയാഘോഷം തുടങ്ങിയത് SDPI പ്രകടനത്തോടെയാണെന്നും വിജയരാഘവൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഗൌരവകരമായ വിഷയമാണ് താൻ ഉയർത്തിയതെന്നും മാധ്യമങ്ങളെ പേടിച്ചോ പ്രതിപക്ഷം വിലക്കെടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ കൂലി സംഘത്തെ പേടിച്ചോ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാതിരിക്കും എന്ന് കരുതരുതെന്നും തീവ്ര വർഗീയ പ്രസ്ഥാനങ്ങളോടുള്ള കോൺഗ്രസിന്റെ അനുകൂല നിലപാടുകളെ ഇനിയും അതിശക്തമായി തുറന്നെതിർക്കുക തന്നെ ചെയ്യുമെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. സാമുദായിക നേതാക്കൾ സമൂഹത്തിൽ വിലയുള്ള ആളുകളാണെന്നും അവരുടെ അഭിപ്രായത്തെ എതിർക്കാനാവില്ലെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. താൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴുമൊക്കെ എല്ലാ സാമുദായിക സംഘടനകളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നുവെന്നും
ചെന്നിത്തല പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ തകർന്ന കെട്ടിടങ്ങൾക്ക് ₹1 പോലും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ലെന്ന് കെട്ടിട ഉടമകൾ. കെട്ടിട വാടക കൊണ്ടാണ് കുടുംബം പുലർത്തിയതും മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോയതെന്നും പറഞ്ഞ കെട്ടിട ഉടമകൾ ലോണിന്റെ കാര്യം പറഞ്ഞ് ബാങ്കുകളിൽ നിന്ന് വിളി വരുന്നുണ്ടെന്നും എന്നാൽ തങ്ങളുടെ നഷ്ടത്തിന് എന്ത് പരിഹാരം നൽകുമെന്ന് ആരും പറയുന്നില്ലെന്നും പറഞ്ഞു. കാർബോറാണ്ടം കമ്പനി KSEBയുടെ വൈദ്യുതി KSEBയ്ക്ക് തന്നെ മറിച്ചു നൽകി കരാർ ലംഘിച്ചെന്ന് റിപ്പോർട്ട്. ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതി ഉപയോഗിക്കുന്നതിന് പകരം കമ്പനിക്ക് ആവശ്യമായ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയും ബാക്കി വന്ന KSEBയുടെ വൈദ്യുതി തിരികെ KSEBയ്ക്ക് നൽകി കരാർ പ്രകാരം പണം കൈപ്പറ്റുകയും ചെയ്തു എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കും 3 സൊസൈറ്റി ജീവനക്കാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കെതിരെ കേസെടുക്കണമെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. പണം ചോദിച്ചെത്തിയ ദിവസത്തെ സംഭവങ്ങളാണ് സാബുവിനെ മാനസികമായി തളർത്തിയതെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നും പരാതി നൽകുമെന്നും മേരിക്കുട്ടി പറഞ്ഞു. തിരുനെൽവേലിയിൽ ഉപേക്ഷിച്ച കേരളത്തിലെ ആശുപത്രികളിൽ നിന്നുള്ള മാലിന്യം നീക്കിത്തുടങ്ങി. ഹരിത ട്രിബ്യൂണലിന്റെ അന്ത്യശാസനത്തെ തുടർന്ന് ക്ലീൻ കേരള കമ്പനിയും തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും ചേർന്നാണ് മാലിന്യങ്ങൾ തിരിച്ചെടുക്കുന്നത്. മാലിന്യം തള്ളിയതിൽ 4 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിൽ വൻ രാഷ്ട്രീയ വിഷയമാവുകയും ദേശീയ ഹരിത ട്രിബ്യൂണൽ അന്ത്യശാസനം നൽകുകയും ചെയ്തതോടെയാണ് കേരളം മാലിന്യം നീക്കാൻ തീരുമാനിച്ചത്. രാജ്യാന്തര ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ മാതൃകയാക്കി കോഴിക്കോട് ഒരുങ്ങുന്ന ഓഷ്യാനസ് ചാലിയം മാതൃകാ ബീച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം നടത്തുക. 9.53 കോടി രൂപ ചെലവിട്ടാണ് ബീച്ചിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. വാർത്തയുടെ പേരിൽ ലേഖകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രക്ഷോഭത്തിന്. ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി മാർച്ചും ധർണയും നടത്തും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തേക്കും ജില്ലകളിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്കുമാണ് മാർച്ച്. CPM വിട്ട് BJPയിൽ ചേർന്ന മധു മുല്ലശ്ശേരിക്കെതിരെ ആഞ്ഞടിച്ച് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ്. മധു മുല്ലശ്ശേരി ഒരിക്കൽ ഒരു പെട്ടി നിറയെ വസ്ത്രങ്ങളും വിദേശ സ്പ്രേയും 50,000 രൂപയുമായി തന്നെ കാണാൻ വന്നിരുന്നുവെന്നും എന്നാൽ പെട്ടിയെടുത്ത് ഇറങ്ങിപ്പോകാനാണ് ആവശ്യപ്പെട്ടതെന്നും V. ജോയ് പറഞ്ഞു. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ പ്രതികരിക്കാത്തത് CPM BJP ഡീലിന്റെ ഭാഗമായാണെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ MP. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിമർശിക്കാൻ തയ്യാറാകാത്ത പിണറായി വിജയൻ പല ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നടൻ അല്ലു അർജുന്റെ വസതിയിൽ അതിക്രമം. ഹൈദരാബാദിലുള്ള നടന്റെ വീട്ടിലേക്ക് കയറിയ ഒരു കൂട്ടം യുവാക്കൾ ചെടിച്ചട്ടി അടക്കമുള്ളവ തല്ലി തകർക്കുകയായിരുന്നു. കല്ലുകളും തക്കാളിയുമൊക്കെ വലിച്ചെറിഞ്ഞുവെന്നും ജനൽ തകർത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിൽ 8 പേർ അറസ്റ്റിലായി. ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപിക്കുന്നു. പുഷ്പ 2 റിലീസ് ദിനം സ്ത്രീ മരിച്ച വിവരം പോലീസ് അറിയിച്ചില്ലെന്ന നടൻ അല്ലു അർജുന്റെ വാദം പൊളിച്ച് തെലങ്കാന പോലീസ്. അല്ലു ഉണ്ടായിരുന്ന സന്ധ്യ തിയേറ്ററിലെ CCTV ദൃശ്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പോലീസ് പുറത്തുവിട്ടു. യുവതിയുടെ മരണത്തിന് പിന്നാലെ അല്ലുവിന്റെ മാനേജരോട് ACP വിവരം പറയുകയും നടൻ ഉടൻ മടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രതികരണം അനുകൂലമല്ലാത്തതിനാൽ ACP തന്നെ നടനോട് നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഷോ പൂർത്തിയാകും വരെ തിയേറ്ററിൽ തുടരുമെന്ന് അല്ലു മറുപടി നൽകിയതായും പോലീസ് പറഞ്ഞു. തുടർന്ന് ACP DCPയെ ബാൽക്കണിയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് നടനെ പുറത്തിറക്കിയെന്നാണ് പോലീസ് വാദം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി MPക്ക് സമൻസ് അയച്ച് ബറേലി ജില്ലാ കോടതി. ജാതി സെൻസസ് പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ജനുവരി 7 ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലെ പരാമർശം ഉന്നയിച്ചാണ് ഹർജി. രാഹുലിന്റെ പ്രസ്താവനകൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന സ്വകാര്യ ഹർജിയിലാണ് നടപടി. റിപ്പബ്ലിക് ദിന പരേഡിന് 15 സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾക്ക് ഇക്കുറി അവതരണ അനുമതി നൽകി കേന്ദ്രം.
ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി അടക്കം കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് അനുമതിയുള്ളത്. തെക്കേ ഇന്ത്യയിൽ നിന്ന് ആന്ധ്രയും കർണാടകയും ഗോവയും പട്ടികയിലുണ്ട്. കേരളം ഇത്തവണ ദൃശ്യങ്ങൾ സമർപ്പിച്ചിരുന്നില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള 55ാമത് GST കൌൺസിൽ യോഗത്തിൽ ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ വായ്പയെടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴ ചാർജുകൾക്ക് GST നൽകേണ്ടെന്ന് തീരുമാനമായി. 2000 രൂപയിൽ താഴെ പേയ്മെന്റ് നടത്തുന്ന പേയ്മെന്റ് അഗ്രഗേറ്റർമാർക്കുള്ള പരോക്ഷ നികുതിയും ഒഴിവാക്കിയിട്ടുണ്ട്. രാമായണവും മഹാഭാരതവും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച കുവൈത്ത് സ്വദേശികളെ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയപ്പോഴാണ് മോദി അബ്ദുള്ള അൽ ബാരോൺ, അബ്ദുൽ ലത്തീഫ് അൽ നസഫ് എന്നീ കുവൈറ്റ് സ്വദേശികളായ യുവാക്കളെ നേരിൽ കണ്ടത്. രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും വിവർത്തനം ചെയ്ത കോപ്പികളിൽ മോദി ഒപ്പിട്ട് നൽകി. പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ചെക്ക് പോസ്റ്റിന് നേരെയുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ 16 പാക് സൈനികരും പാക് സൈനികരുടെ ആക്രമണത്തിൽ 8 തീവ്രവാദികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. തീവ്രവാദ ആക്രമണങ്ങൾ മേഖലയിൽ പതിവാകുന്നതിനിടെയാണ് ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണം. സിറിയയിലെ വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനിയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പാരിതോഷികം അമേരിക്ക പിൻവലിച്ചു. ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ മേധാവി ജുലാനിയെ പിടികൂടാൻ സഹായിച്ചാൽ $1 കോടി നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇതാണ് ഇപ്പോൾ പിൻവലിച്ചത്. അൽ ജുലാനി സിറിയയിൽ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഇനി പിടികിട്ടാ പുള്ളിയായി നിലനിർത്തുന്നത് ശരിയല്ല എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. തുർക്കിയിൽ ഹെലികോപ്റ്റർ ആശുപത്രി കെട്ടിടത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. 2 പൈലറ്റും ഡോക്ടറും ആശുപത്രി ജീവനക്കാരനുമാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ക്രിസ്മസ് ആഘോഷത്തിനിടെ ഭാര്യയും മക്കളും ഉൾപ്പെടെ കുടുംബത്തിലെ 6 പേരെ വെടിവെച്ച് കൊന്ന ശേഷം 56-കാരൻ സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തു. ഇറാൻ വംശജനായ അസീസ് എന്നയാളാണ് ഭാര്യയും മക്കളും ഭാര്യയുടെ സഹോദരിയെയും സഹോദരനെയും അയാളുടെ മക്കളെയും അടക്കം കുടുംബത്തെ ഒന്നാകെ കൊലപ്പെടുത്തിയത്. US നഗരമായ ടെക്സസിന് സമീപമാണ് സംഭവം. തായ്വാന് സൈനിക സഹായം നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിൽ എതിർപ്പറിയിച്ച് ചൈന. അമേരിക്കയുടെ നടപടി തീ കൊണ്ടുള്ള കളിയാണെന്ന് ചൈന മുന്നറിയിപ്പ് നൽകി. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗംഭീര തിരിച്ചുവരവ്. മുഹമ്മദൻ SCയെ കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഗോളിന് തകർത്തു. ബ്ലാസ്റ്റേഴ്സിന്റെ 4ാം ജയമാണ് ഇത്. മൈക്കൽ സ്റ്റാറെ മടങ്ങിയ ശേഷം ഇടക്കാല പരിശീലകൻ TG പുരുഷോത്തമനാണ് കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. തുടർ തോൽവികളിൽ നട്ടം തിരിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസമാണ് ഈ വിജയം. വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ഏകദിന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് 211 റൺസിന്റെ കൂറ്റൻ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ടീം ഇന്ത്യ 91 റൺസ് എടുത്ത സ്മൃതി മന്ദാനയുടെ തകർപ്പൻ ഇന്നിംഗ്സിന്റെ കരുത്തിൽ 314 റൺസാണ് അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് വനിതകൾ 103 റൺസിന് ഓൾ ഔട്ടായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.